ശേഷം തലവണക്കാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, കർത്താവേ, കർത്താവെ ഭയങ്കരയായി കർത്താവെ നിർദ്ദേശമായ സന്നിധി നിൽക്കുവാൻ ദൈവത്തിന്റെ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കേൾക്കുന്ന ഓരോ മക്കളെ ഹൃദയങ്ങളെ അടുത്തോടുമായ കർത്താവെ, ദൈവമേ കർത്താവെ സംസാരിക്കുന്ന അടിയനെക്കൊണ്ട് കർത്താവെ മിക്കനായ മോശയോടൊപ്പം വരുന്നതാണ് ദൈവിക സാധ്യത നിറയ്ക്കുമാറാണ് കർത്താവെ. എന്താണ് കർത്താവെ കർത്താവിലൂടെ കർത്താവെ അങ്ങ് സഭയായി നൽകിയിരിക്കുന്നത് അതിപ്രകാരം സംസാരിക്കുവാൻ ദൈവം ചെയ്യുമാറാണ് അപേക്ഷിക്കുന്നത്. ദൈവത്തിന്റെ അത്ഭുതത്തോടെ കൂടെ എനിക്ക് കവച്ച യേശു ക്രിസ്തു മൂലം പ്രാർത്ഥനയിക്കണമേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാവായിട്ട് പെരുമാറവരെ ഈ സഭയിലെ സഭാ ശുശ്രൂഷനെ കമ്മിറ്റി അംഗങ്ങൾ, BBS കമ്മിറ്റി, സൺഡേ സ്കൂൾ സെക്രട്ടറി, BBS കുഞ്ഞുങ്ങളെ, സഭാവിശ്വാസികളെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം ഈ സഭയിലെ കുഞ്ഞുങ്ങളോടൊപ്പം BBS ആയി ഒരുമിച്ച് പാട്ടും ആക്ഷനും ദൈവവചനവുമായി നൽകുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതുവയ്ക്കായി ദൈവത്തിനുണ്ടായ കൊടാകട സ്തുതിസ്തോത്രം അർപ്പിക്കുന്നു. ഈ വർഷത്തെ 2026 വർഷത്തെ BBS ചിന്താ വിഷയം എക്സൽസിയർ എന്നതായിരുന്നു ഈ വർഷത്തെ ചിന്താ വിഷയം. ഇതൊരു ലാറ്റിൻ പദമാണ് എക്സൽസിയർ എന്ന് പറയുന്നത്. ഇതിന് അർത്ഥം എന്ന് പറയുന്നത് ഉയരങ്ങൾ ലക്ഷ്യമാക്കാം. അതിനാസ്പദമായി എഴുതിയിരിക്കുന്ന വേദഭാഗം കൊലോസ്യർ 3:2. ഭൂമിയിലുള്ളതെല്ലാം ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കും. ഇന്നത്തെ കാലത്ത് ഏറ്റവും അർത്ഥവത്തായ ഒരു വിഷയം തന്നെയാണ് ഈ 2026 വർഷം നമുക്ക് ചിന്താ വിഷയമായി നൽകിയിട്ടുള്ളത്. നാം ഇന്ന് ആയിരിക്കുന്നത് സൈബർ യുഗത്തിലാണ്. എന്താണ് സൈബർ യുഗം? കമ്പ്യൂട്ടറുടെയും ഇന്റർനെറ്റും മറ്റു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും എന്നിവ വഴിയുണ്ടാകുന്ന ഒരു ഡിജിറ്റൽ ലോകത്തെയാണ് സൈബർ യുഗം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇന്റർനെറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാ പേരിലും എത്തിച്ചേർന്നിട്ടുള്ള സ്മാർട്ട് ഫോൺ വഴി എല്ലാവരിലും ഇന്റർനെറ്റ് പോലുള്ള മാധ്യമം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് കുട്ടികളെ വരെ അതല്ലാണ്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്നത്തെ ആധുനിക കുഞ്ഞുങ്ങളെ നാം നോക്കുകയാണെങ്കിൽ അവർ വളരെ അഡ്വാൻസ്ഡ് ആണ്. അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ മറ്റുള്ളവരുടെ ചോദിക്കുന്നതിന് പോലെ പെട്ടെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു, അതിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിന് കാണാൻ സാധിക്കും. ഇതിന് രണ്ട് തരത്തിലുള്ള നല്ല വശമുണ്ട്, ദോഷമായ വശമുണ്ട്. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങളെ നാം നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവർ അതിന്റെ മറുവശം, അതായത് മോശമായ വശത്തിലോട്ടാണ് അവർ അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇതിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ഉയരങ്ങൾ ലക്ഷ്യമാക്കാം എന്ന ചിന്താവിഷയം വളരെ അർത്ഥവത്താണ്. എപ്രകാരമാണ് നമുക്ക് ഉയരങ്ങൾ ലക്ഷ്യമാക്കുവാനായി സാധിക്കുന്നത്? പ്രധാനമായും 3 ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ച് വളരെ വേഗത്തിൽ വചനധ്യാനം അവസാനിപ്പിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി ദൈവിക ബന്ധത്തിൽ ഉയരങ്ങൾ ലക്ഷ്യമാക്കാം. പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ദാനിയേലിനെ കാണുവാനായിട്ട് സാധിക്കും. ദാനിയേൽ ശരിയായ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവത്തോട് കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു. ദാനിയേലിന്റെ ജീവിതം പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് ദാനിയേൽ തന്റെ കൗമാര പ്രായത്തിൽ തന്നെ അടിമയായി ബാബിലോണിലോട്ട് എത്തിയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ആ സമയത്ത് ദൈവത്തെ ആരാധിക്കുവാനുള്ള അവകാശം അന്നത്തെ കാലത്തെ രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ മധ്യയായിരുന്നു ദാനിയേൽ 3 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അടുത്തിരിക്കുകയും മറ്റ് രാസവും അതുപോലെ കേൾക്കാതെയും അന്യവിഗ്രഹത്തെ ആരാധിക്കാതിരിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് ദാനിയേലിന് ദൈവത്തോടുള്ള ആത്മീയ ബന്ധത്തിന് കാരണമായിരുന്നു. അവിടെ നാം നോക്കുമ്പോൾ ദാനിയേലിനെ സിംഹക്കുഴിയിടുന്നതും അവിടുന്ന് ദൈവം ദാനിയേലിനെ വിടുവിക്കുന്നതും നമുക്ക് പരീക്ഷണത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എപ്രകാരമാണ് ദാനിയേലിനെ ദൈവത്തിന്റെ രക്ഷയ്ക്കായി കാരണമായി മാറിയത്? ഇന്ന് നാം പലപ്പോഴും പല സമൂഹത്തിൽ പല അവസരങ്ങളിൽ കടന്നു പോകുന്നവരാണ്. പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദൈവമാണ് രക്ഷിതാവ് എന്ന് ഉടനെ പറയുവാൻ പോലും മടിക്കൊണ്ടവരാണ് നാം പലപ്പോഴും. ആ ഒരു അവസരത്തിൽ ദാനിയേലിന്റെ ജീവിതം നമ്മളെ വളരെയധികം മാതൃകയുള്ള ഒരു ജീവിതം തന്നെയാണ് നമുക്ക് കാണിച്ചു നൽകുന്നത്.
സാധിക്കുന്നത്. നാം ആയിരിക്കുന്ന ഉപജീവന മാർഗത്തിലായിരുന്നാൽ പോലും, അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന സ്കൂളുകളിലായിരുന്നാൽ പോലും, വിദ്യാഭ്യാസ മേഖലകളിൽ പോലും ദൈവത്തിന്റെ സ്ഥാനം ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നാം ഒരു കണക്കെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ പ്രവണത നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യയോട് ചെറിയ പ്രശ്നങ്ങൾ പോലും ഫേസ് ചെയ്യാൻ കഴിയാതെ വളരെയധികം വേദനിക്കുന്ന കുഞ്ഞുങ്ങളുള്ള ഒരു സമൂഹത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരിക്കൽ ഒരു യജമാനന് ഒരു കഴുതയുണ്ടായിരുന്നു. ആ കഴുതയുടെ നല്ല പ്രായത്തിൽ വളരെയധികം അധ്വാനിക്കുകയും യജമാനന് വേണ്ടിയിട്ട് പണിയിടുകയും ചെയ്തിരുന്ന കഴുത. പക്ഷേ അത് വാർദ്ധക്യത്തിലൂടെ ചെന്നപ്പോൾ ആ കഴുതയെ കൊണ്ട് യജമാനന് പ്രയോജനമില്ലാതെയായി മാറി. ഒരിക്കൽ ഈ കഴുതയെ കാണാതെയായി യജമാനൻ വിചാരിച്ചു, അതങ്ങ് പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, എനിക്കിവിടെ ഉണ്ടായിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ആ കഴുത ഒരു പൊട്ടക്കിണറ്റിൽ അകപ്പെടുന്നതായി യജമാനനെ അറിയുവാനായിട്ട് സാധിച്ചു. പക്ഷേ ചുറ്റുമുള്ളവർ അറിയാം അത് ആ യജമാനന്റെ കഴുതയായിരുന്നു. ആ സമയത്ത് യജമാനൻ ചെയ്യുന്നത് ഒന്നുകിൽ ഈ കഴുതയെ അതിൽ നിന്ന് പുറത്തെടുക്കണം, അല്ല എങ്കിൽ ആ പൊട്ടക്കിണർ മണ്ണ് കൊണ്ട് ഓടണം. ഇത് രണ്ട് ഓപ്ഷൻ മാത്രമേ ഈ യജമാനന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ യജമാനൻ ചിന്തിച്ചു, ഈ കഴുതയെ പുറത്തെടുക്കുന്നത് വളരെ പ്രയാസമേറിയതും ചിലവേറിയതുമായ കാര്യമാണ്. അതിനേക്കാളും ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ആ കുഴി മണ്ണിട്ട് മൂടുക എന്നതായിരുന്നു. ഒത്തിരി വർഷം കഷ്ടപ്പെട്ട കഴുതയെ യജമാനൻ മണ്ണിട്ട് മൂടുവാനായിട്ട് തയ്യാറായി. അപ്രകാരം അവരെ മണ്ണിട്ട് മൂടുവാനായിട്ട് കുറെ പേര് ചേർന്ന് മണ്ണിട്ട് മൂടുവാനായിട്ട് തുടങ്ങി. കുറെ കഴിഞ്ഞ് ഈ മണ്ണിട്ട് മൂടുന്നത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ കഴുത ഈ മണ്ണ് ഓരോ പ്രാവശ്യം ഇടുമ്പോൾ തന്റെ ശരീരത്തിൽ നിന്ന് ആ മണ്ണിനെ കുഴഞ്ഞു മാറ്റിക്കൊണ്ട് മുകളിലൂടെ ചവിട്ടി കയറുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതം ഇപ്രകാരമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ തളരുന്നവരാണ് നാം പലപ്പോഴും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ ഈ കഴുത ചെയ്തതുപോലെ കുഴഞ്ഞു മാറ്റിക്കൊണ്ട് മുകളിലോട്ട് വരുവാനായിട്ട്, ഉയരങ്ങൾ ലക്ഷ്യമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഉയരങ്ങൾ കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമതായി കുടുംബ ബന്ധങ്ങളിൽ ഉയരങ്ങൾ ലക്ഷ്യമാക്കാം. കുടുംബം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ പെട്ടെന്ന് വരുന്നതാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. എന്നാൽ ഇന്ന് പലപ്പോഴും ഇമ്പമുള്ളതല്ല, തുன்பമുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുടുംബ ജീവിതങ്ങൾ. അതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കുടുംബ ജീവിതം എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യത്തിന് മിക്കവരും തരുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് കുഴപ്പമില്ല എന്ന ഒരൊറ്റ പദത്തിലൂടെ കുടുംബ ബന്ധത്തെ ഒരുക്കിക്കളയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ഡിവോഴ്സുകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പലപ്പോഴും പരസ്പരം ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അഡ്ജസ്റ്റ്മെന്റിലൂടെ കുടുംബജീവിതം കൊണ്ടുപോകുന്ന കുറേ കുടുംബങ്ങൾ. ഇവിടെ നമുക്ക് ദൈവം കൂടി ചേർന്നതാണ് കുടുംബം. ആ കുടുംബത്തെ പിരിക്കുവാൻ നമുക്ക് ഒരിക്കലും അവകാശമില്ല. പക്ഷെ ഇന്ന് പലപ്പോഴും കുടുംബങ്ങളെ പിരിച്ച് അനാഥമാകുന്ന കുറേ കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം വെറുതെ കടമ തീർക്കുവാനായിട്ട് ആഗ്രഹിക്കേണ്ട കടന്നു വരുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും ആലയത്തിൽ കറക്റ്റായിട്ട് കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരു ട്യൂഷൻ ഉണ്ടെങ്കിൽ ആദ്യം ട്യൂഷൻ നമ്മൾ പ്രാധാന്യം കൊടുക്കും, അതിനുശേഷം മാത്രമേ ദൈവാലയത്തിൽ വരുവാനായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. അത് അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് ഒരു ദൈവമായിട്ടുള്ള അടുക്കുന്നതിന് തടസ്സമായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാം റാങ്ക് കരസ്ഥമാക്കിയ ഒരു മലയാള പെൺകുട്ടി ഉണ്ടായിരുന്നു, ശ്രീജ. പത്രമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കേട്ട ഒരു പേരാണ് ശ്രീജ. ആ ഒരു പെൺകുട്ടിയുടെ ജീവിത അവസരങ്ങൾ, ആ കുട്ടിയുടെ ഇന്റർവ്യൂ നമ്മൾ കാണുമ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ കുട്ടി ദൈവത്തെ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ അമ്മ ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവം ഉള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ മകൾക്ക് ഈ ഒരു റാങ്ക് നേടുവാനായിട്ട് സാധിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും, അതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആദ്യത്തെ എക്സാമിൽ
കഷ്ടകരമായ ഒരു എക്സാമിൽ ആദ്യത്തെ തവണ വിജയം കരസ്ഥമാക്കുവാൻ ആ പെൺകുട്ടിക്ക് സാധിച്ചത് ദൈവത്തിന്റെ വിശ്വാസം. ആ കുട്ടിയുടെ വീട് ഫുള്ള് നോക്കുകയാണെങ്കിൽ അതിൽ ഓരോ വചനം, ചെറിയ ചെറിയ പേപ്പറുകളിൽ ഓരോ വചനം എഴുതി അതിൽ ആ കുട്ടിയുടെ ആഗ്രഹം കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂവിൽ ആ കുട്ടി പറയുന്നത് ഇപ്രകാരമാണ്: ഓരോ ദിവസവും എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, വളരെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി, പാവപ്പെട്ട വീട്ടിലെ ഒരു സാധാരണ അപ്പന്റെയും അമ്മയുടെയും മകളായി ജനിച്ച ഒരു പെൺകുട്ടി, അവരുടെ ലക്ഷ്യത്തിന് എന്തുവാണ് കാരണമാക്കിയത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് സാക്ഷിയേൽക്കുവാൻ തക്കവണ്ണം ആ കുട്ടി തയ്യാറായി. പക്ഷെ ഇന്ന് എത്ര പേരാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമുക്കൊരു നന്മ ലഭിക്കുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരായി മാറുന്നത്? പ്രാർത്ഥന വീണതയുള്ള എത്ര കുടുംബമാണ് നമ്മുടെ ചുറ്റുമുള്ളത്? പലപ്പോഴും ഇന്ന് പ്രാർത്ഥന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ്. കുടുംബ പ്രാർത്ഥനയില്ല. എപ്പോഴെങ്കിലും ഒക്കെ അപ്പനും അമ്മയും മക്കളും പല സമയങ്ങളിൽ ഭവനത്തിലൂടെ എത്തിച്ചേരുന്നു. പക്ഷേ ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥനകളില്ലാത്ത ഒരു സമൂഹത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് നാം പലപ്പോഴും ചിന്തിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം എന്തുകൊണ്ട് എനിക്ക് മറുപടി നൽകുന്നില്ല എന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം എപ്രകാരമാണ്, നിങ്ങളുടെ പ്രാർത്ഥന എപ്രകാരമാണെന്ന് ചിന്തിക്കുക. ചിലപ്പോൾ വെറും 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റിലോ ചുരുങ്ങുന്ന പ്രാർത്ഥനകളാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ കഴിയുവാനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കുറച്ചു നേരം ഇരിക്കുവാനോ നാം തയ്യാറാകുന്നില്ല. എന്തെങ്കിലും നന്മ ലഭിച്ചു കഴിഞ്ഞാൽ ആ നന്മയ്ക്ക് നമ്മൾ നന്ദിയുള്ളവരായി മാറുന്നില്ല. നന്മ ലഭിച്ചു കഴിഞ്ഞാൽ നാം വളരെയധികം മറക്കുന്നു. പക്ഷേ നമുക്കൊരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ നാം ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്കായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ 5 മിനിറ്റ് പ്രാർത്ഥിച്ചു നിങ്ങൾക്കത് ലഭിച്ചിട്ടായിരിക്കും നിങ്ങളൊരു 15 മിനിറ്റ് ദൈവസന്നിധിയിൽ മാറ്റി വയ്ക്കുവാനായിട്ട് തയ്യാറാകണം. കണ്ണുനീരോടുകൂടി ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാനും അത് നേടിയെടുക്കുന്നത് വരെ ദൈവമേ എനിക്കത് വേണം എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി ആയിരിക്കുവാൻ തയ്യാറാകണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു നിക്ഷേപമാണ്. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയായി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇന്നല്ല എങ്കിൽ നാളെ ദൈവം ഉറപ്പായിട്ടും നമുക്ക് അതിനെ മറുപടി നൽകുക തന്നെ ചെയ്യും. ചിലപ്പോൾ നമുക്ക് അത് ഒരു വർഷമാകാം, 2 വർഷമാകാം, 3 വർഷമാകാം, ചിലപ്പോൾ 5 വർഷമാകാം. പക്ഷേ നാം പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം നമ്മൾ കാണാൻ പോലും നടക്കാത്ത ഒരു സർവശക്തനായ ദൈവമാണ് എന്നുള്ളത്. എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ വളരെ സാധാരണക്കാര ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്റെ വീട്ടിൽ പഠിപ്പിക്കുവാൻ പോലും അവസരം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിലല്ല, ഒരു അവസ്ഥയിലല്ല ഞാനായിരുന്നത്. പക്ഷേ അവിടെ എന്റെ മാതാവിനോട് പിതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവരുടെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസം വേണ്ട എന്നുള്ള ഒരിതാണ്. വിദ്യാഭ്യാസം വേണ്ട എല്ലാവരും അവസരമില്ല. കൂടുതൽ പഠിപ്പിക്കുവാനായി അത് നമുക്ക് സാമ്പത്തികമില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ അമ്മയോട് പറയും, എനിക്ക് പഠിക്കണം, +1 പഠിക്കണം, അടുത്തത് കഴിഞ്ഞിട്ട് കോളേജിലോട്ട് പോകണം, എനിക്കത് ആഗ്രഹമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ പറയും, എൻ്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാടെല്ലാം നീ കാണുന്നുണ്ടല്ലോ, എന്നെ കൊണ്ട് നിന്നെ പഠിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ അവർക്ക് അതിനെക്കുറിച്ച് അവരുടെ വിചാരം എന്ന് പറയുന്നത് അതൊരു ഭാരിച്ച ചിലവാണ് എന്നതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് നേരത്തെ പഠിച്ചവരുടെ നമ്മുടെ സീനിയേഴ്സിനോട് അന്വേഷിച്ചപ്പോൾ ഗവൺമെന്റ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആകെ അടയ്ക്കുന്ന ഫീസ് മാത്രമേ ഉള്ളൂ, നമുക്ക് 2 വർഷം പഠിക്കാനുള്ള എല്ലാ അവസരമുണ്ട്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. ഞങ്ങളുടെ സഭയിൽ ബുധനാഴ്ച ഒരു ആരാധനയുണ്ട്. ആ ബുധനാഴ്ച ആരാധനയുടെ പ്രത്യേകത 1 മണിക്കൂർ മുഴുവൻ പ്രാർത്ഥനയാണ്. ആ സമയത്ത് CSI ചൂരക്കുഴിയായ മാതൃസഭ. ആ സമയത്ത് എനിക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഏറ്റവും വയസ്സായ അമ്മമാർ ഉൾപ്പെടെ എന്തെയും മുട്ടുമടക്കി ഈ 1 മണിക്കൂർ മുട്ടുമടക്കി കണ്ണുനീരോടുകൂടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യ സമയങ്ങളിൽ എന്റെ കുഞ്ഞു പ്രായങ്ങളിൽ ഞാൻ പോയി ഇങ്ങനെ വെറുതെ കസേരയിൽ ചിരിക്കുമായിരുന്നു. പക്ഷെ ഇത് ക്രമേണ കണ്ട് എന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറായി. ആ 10ാം ക്ലാസ് പഠിച്ച സമയത്ത് പഠിച്ച റിസൾട്ടിനായി കാത്തിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് ആലോചിക്കുന്നു, ഞാനൊരു പ്രതീക്ഷയോടുകൂടി ദൈവത്തോട് ചോദിച്ചു. ഞാൻ 1 മണിക്കൂർ മുഴങ്കാലിനോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു അഡ്മിഷൻ നൽകണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം എന്റെ വീട്ടിൽ ചോദിക്കുവാനായിട്ട് അവർക്ക് അവസരമില്ല, എന്റെ അപ്പനോടും അമ്മയോടും ചോദിക്കത്തില്ല. പക്ഷെ എന്റെ ദൈവം വിചാരിച്ചെങ്കിൽ ഒരു നല്ല അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആദ്യം ഞാൻ തന്നെ പോയി അലോട്ട്മെന്റ് അപ്ലൈ ചെയ്തു. ഫസ്റ്റ്
ശ്രദ്ധിക്കുകയും പലരും പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി, വചനം വായിക്കുവാനായിട്ട് തുടങ്ങി, ദൈവത്തോട് അടുത്ത് ഏറ്റവും കൂടുതൽ അടുക്കുവാനായിട്ട് ശ്രമിച്ചു. അപ്പോഴും ഇതേ അവസ്ഥ, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ ഒരിക്കൽ പോലും എനിക്ക് അത് കാത്തിരിക്കേണ്ട ഒരവസ്ഥ ദൈവം തരാതെ ഗവൺമെന്റ് സീറ്റിൽ തന്നെ വീണ്ടും എനിക്ക് അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് സാധിച്ചു. 3 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അത് ഏറ്റവും എന്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് അനുഗ്രഹമായി തോന്നുന്നത്, ഞങ്ങളുടെ ക്ലാസ്സിൽ 63 കുട്ടികളുണ്ടായിരുന്നു. ആ സമയത്ത് ഫസ്റ്റ് സെമസ്റ്ററിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് അതിലുള്ള 10 പേർ മാത്രമേ വിജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാ പേപ്പറിലേക്ക് 10 പേരും, അതിലൊരാളാകുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇതിനെല്ലാം ദൈവമാണ് എന്റെ ജീവിതത്തിൽ വരുന്നത്. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നോ, എന്ത് ആഗ്രഹിക്കുന്നോ അത് നൽകുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇന്ന് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയില്ലെങ്കിൽ പോലും നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ദൈവം നമുക്ക് ഉറപ്പായിട്ടും അതിന് മറുപടി നൽകുക തന്നെ ചെയ്യും. മൂന്നാമതായി, പ്രതിസന്ധികൾ തരണം ചെയ്ത് ഉയരങ്ങൾ ലക്ഷ്യമാക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി കഴിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പലപ്പോഴും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷകൾ സഹിക്കുവാനുള്ള ശേഷി പലപ്പോഴും നമുക്കില്ല. ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷ വരുമ്പോൾ അതിൽ തളർന്നു പോകുന്നവരാണ്. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ദൈവം നൽകുന്നുണ്ട്. ഇന്നലെ കിടന്നുറങ്ങിയ നമുക്ക് ഇന്ന് എഴുന്നേൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ചുറ്റുമുള്ള എല്ലാവരും നമ്മുടെ ഒപ്പമുണ്ട്. പക്ഷെ ഇതൊന്നും ലഭിക്കാതെ ഉറങ്ങിയിട്ടൊന്ന് എണീക്കുവാൻ പോലും സാധിക്കാതെ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിപ്പോയ ഒരുപാട് പേരുണ്ട്. ആ അവസരത്തിലാണ് ദൈവം നമ്മൾ ഇവിടെ അനുഗ്രഹിക്കുന്നത്. ഇന്ന് വരുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ ഉറപ്പായിട്ടും നമുക്ക് കഴിയുക തന്നെ ചെയ്യും. അതിനായി നാം കാത്തിരിക്കുക മാത്രം ചെയ്യാം. നാം മനുഷ്യരാണ്. നമുക്ക് സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷ വരുമ്പോൾ നാം തളർന്നു പോകുന്നവരാണ്. മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും അത് തന്നെയാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നാം പെട്ടെന്ന് തളർന്നു പോകും, ദൈവത്തെ കുറ്റം പറയുന്നവരായിട്ട് മാറും. പക്ഷേ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുവാനായി നാം പരീക്ഷയിലൂടെ കടന്നുപോയാൽ മാത്രമേ ദൈവത്തോട് അടുത്ത് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രളയം നമ്മുടെ സമൂഹത്തിൽ വന്നു. അന്ന് നാം ചിന്തിച്ചു, ഈ ലോകം ഇതോടുകൂടി നശിച്ചു, അല്ലെങ്കിൽ നാം എല്ലാവരും ഇതോടുകൂടി നശിച്ചു. പക്ഷേ അന്നും അവസാനം ഉണ്ടായില്ല. ഒരിക്കൽ ഓഹരി കാറ്റ് വരികയുണ്ടായി. ആ സമയവും നാം വിചാരിച്ചു, ഇതോടുകൂടി ഇവിടെ എല്ലാം അവസാനിച്ചു. പക്ഷേ അവിടെ ദൈവം നമ്മെ വീണ്ടും ജീവിപ്പിച്ചു. കൊറോണ, ഏറ്റവും കൂടുതൽ പേരുടെ ജീവൻ അപഹരിച്ച കൊറോണ. ആ കൊറോണ എന്ന മഹാവ്യാധി വന്നപ്പോൾ അന്ന് എല്ലാവരും ചിന്തിച്ചു, ഇതോടുകൂടി ലോകം അവസാനിച്ചു. നാം എല്ലാവരും ചിന്തിച്ചിട്ടില്ലേ, എപ്പോൾ നമ്മൾ ഈ കൊറോണ വൈറസ് ബാധിക്കും, നമ്മുടെ ജീവൻ എപ്പോൾ പോകും എന്ന ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ചിന്തിക്കുക, ഈ സമയവും കടന്നു പോകും എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമായ ഘടകമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. ഇനി നമുക്ക് ഉയർച്ച ഇല്ല എന്ന് വിചാരിക്കുന്ന നിമിഷങ്ങളുണ്ടാകും. പക്ഷേ ആ നിമിഷത്തിലും ദൈവം നമുക്കായി കാത്തുവച്ചിരിക്കുന്നത് വലിയ മഹത്വകരമായ ഒരു അനുഭവം തന്നെയായിരിക്കും. 2024 വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2020-ലായിരുന്നു. 2020 വിവാഹം ഞങ്ങൾക്ക് 2022-ലായിരുന്നു ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത്. അതിനിടയിൽ കുറേ പേരുടെ കുത്തുവാക്കുകളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തെല്ലാം ഒരു കുഞ്ഞായില്ലേ എന്നുള്ള ചോദ്യവും എല്ലാം ഞങ്ങൾ വളരെയധികം വേദനിപ്പിച്ച് കഴിയിച്ച അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിന്റെ മധ്യയും ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ഒരു കാര്യം, ദൈവസന്നിധി ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് കഥ കളിച്ച് ഞങ്ങൾ രണ്ടുപേരും കൈ കോർത്തിരുന്ന ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ദൈവമേ, അവിടെ നിന്ന് അടിയങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകും, അത് അടിയങ്ങൾക്ക് അറിയാം. പക്ഷേ അതിനെ കാലതാമസം എടുക്കരുത് കർത്താവേ, എത്രയും വേഗം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകണമെന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ എൻ്റെ ഫാമിലി ഫംഗ്ഷൻ പങ്കെടുക്കുന്ന സമയത്ത് ഒരു എന്നെക്കാളും 1 വയസ്സിന് മുതിർന്ന ഒരു ചേച്ചി എന്നോട് ചോദിച്ചു, കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ പുറത്ത് അങ്ങനെ വേദന കാണിക്കാറില്ല, ചിരിച്ചോടെയിരിക്കും. ഇപ്പോൾ പറഞ്ഞ ആയിട്ടില്ല, ഇതൊരായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എന്നോട് എടുത്ത് ചോദിച്ചു, അത് നിങ്ങൾ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുകയുള്ളൂ. ഇത് ഞങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ഒരവസ്ഥയായിരുന്നു. കാരണം
ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി മാനിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടു. 2024 വർഷം ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ ബന്ധങ്ങൾ എല്ലാം നഷ്ടമായ ഒരു വർഷമായിരുന്നു. ഞങ്ങളുടെ മുഴുവൻ, അതായത് ഞങ്ങൾ മുഴുവൻ സമ്പാദ്യവും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ കൊടുത്തപ്പോൾ ഞങ്ങളുടെ ജീവിതം ഒറ്റപ്പെടലിന്റെയും നിന്ദയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി. ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിട്ട് മാറി. ആ സമയത്ത് ഞാൻ സുവിശേഷക കുഞ്ഞു, ഞങ്ങൾ 3 പേരും ഭവനമില്ല, ഒരു വാടക വീട്ടിലായി മാറി. വാടക വീട്ടിലോട്ട് മാറി. ഈ സമയത്ത് എനിക്ക് ജോലിയില്ലായിരുന്നു. സുവിശേഷകർക്ക് ഒരു ചെറിയ സഭയിലായിരുന്നു. ആ സഭയിൽ നിന്നും ചെറിയ സഭയായിരുന്നു. കിട്ടുമ്പോൾ മാത്രമേ, എല്ലാ മാസത്താണ്ട് കിട്ടുമ്പോൾ മാത്രമേ കിട്ടാറുള്ളൂ. ആ ഒരു അവസ്ഥയായിരുന്നു. അന്ന് എൻ്റെ കുഞ്ഞിന് 2 വയസ്സ് മാത്രം പ്രായം. ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ രാത്രി ഗ്രാമത്തിൽ ദൈവസന്നിധി, കാരണം ആ ഒരു വേദന ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നായിരുന്നു. കാരണം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന മുഴുവൻ ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതായ ഒരു നിമിഷമായിരുന്നു. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ദൈവമേ ഈ ഒരു അവസ്ഥ കടന്നു പോകാനായിട്ട് സാധിക്കുന്നില്ല. അന്ന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ മനുഷ്യരാണ്. എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി ഇനി ജീവിക്കണമോ വേണ്ടയോ എന്നുള്ള ചിന്ത. ഞാൻ ആ നിമിഷം വരെയും ദൈവത്തിന് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ദൈവത്തിന് വചനം വായിക്കും. കുറച്ചു നേരം പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും എനിക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു 2 മാസം എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം വേദനയിലൂടെ ഞാൻ കടന്നുപോയി. കാരണം എനിക്ക് ജോലിയില്ല, സുവിശേഷകർക്ക് വരുമാനമില്ല, ഒരു കുഞ്ഞുണ്ട്, എങ്ങനെ ഞങ്ങൾ ജീവിക്കും എന്നുള്ള ഒരു ചിന്ത ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ ഇപ്രകാരം ജീവിച്ചു, ഇനി ജീവിക്കണമോ വേണ്ടയോ. ഒരു ദിവസം രാത്രി ഒരു 12 മണി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷം സുവിശേഷകർ ഉറങ്ങി. ഞാൻ കിടന്നാൽ മാത്രമേ മോൾ ഉറങ്ങാറുള്ളൂ. അപ്പൊ ഞാൻ മോളവിടെ കളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് മുട്ടുമടങ്ങി എനിക്ക് പ്രാർത്ഥിക്കാനും അറിയില്ല. ഞാൻ കണ്ണുനീരിന്റെ അവസ്ഥയിലായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കരഞ്ഞിരുന്നപ്പോൾ എൻ്റെ 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ എൻ്റെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഞാൻ അവളോട് ഇപ്രായം പറഞ്ഞു, അമ്മ ഇല്ലായെങ്കിലും അമ്മ മരിച്ചു പോയാലും, ഞാൻ എൻ്റെ വേദനയുടെ ആ ഒരു ആഘാതത്തിൽ മോൾ പറഞ്ഞതാണ്, അമ്മ മരിച്ചു പോയാലും എൻ്റെ മോള് ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം, അമ്മയും അപ്പയും പോലെ ചതിക്കപ്പെട്ടതായിട്ടല്ല, നന്നായിട്ട് ജീവിക്കണം. ഞാൻ അങ്ങനെ മോളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ വേദനയുടെ ആധിക്യം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് 2 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ കുഞ്ഞെ എൻ്റെ കണ്ണുനീർ തുടച്ചിട്ട് പറഞ്ഞു, അമ്മ മരിച്ചു പോകാൻ എനിക്ക് അമ്മയെ വേണം. അവള് പറഞ്ഞ ഒറ്റ വാക്യമായിരുന്നു എൻ്റെ ജീവിതത്തെ പിടിച്ചു തന്നിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, ദൈവം നമ്മളോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നില്ലെങ്കിൽ പോലും വചനത്തിലൂടെയും മറ്റുള്ളവരിലൂടെയും ദൈവം നമ്മുടെ ഹൃദയങ്ങളിലോട്ട് കടന്നു വരുന്ന അവസ്ഥ. ഇതേപോലെ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരുപാട് പേരുണ്ടാവാം. പക്ഷേ ദൈവം നമ്മെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ മക്കളെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ദൈവം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് അതിൽ 2 മാസം മുമ്പ് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ആക്സിസ് ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ 2 മാസം മുമ്പ് ജോലി റിസൈൻ ചെയ്തത്. കാരണം എനിക്ക് 2ാമത് ഒരാൾ കൂടെ വരുവാനായിട്ട് പോകുന്നു. അപ്പൊ അതിന്റെ കുറച്ച് പ്രയാസങ്ങൾ, കാരണം BP ഡൗൺ ആയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ജോലി തൽക്കാലത്തേക്ക് റിസൈൻ ചെയ്തു. ഇന്നും ദൈവം ഞങ്ങളെ കാത്തുണ്ട്. സേവ്യ ശുശ്രൂഷയിൽ കൂടെ ആയിരിക്കുവാനും ദൈവിക ശുശ്രൂഷയിൽ കൂടെ ചെയ്യുവാനും ദൈവം സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയെല്ലാം ദൈവത്തിനാണ് ഞാൻ നന്ദി പറയുന്നത്. ധാരാളം പ്രതിസന്ധികളും കഷ്ടതകളും ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മുടെ കൈവിടാൻ ഒരു ദൈവമുണ്ട്. ഒന്ന് ആലോചിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നുണ്ട്, പക്ഷേ അതിനുള്ള ഒരു പരിഹാര മാർഗം ദൈവം പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ നൽകുന്ന പരിഹാര മാർഗങ്ങൾ നമ്മൾ മറന്നുകൊണ്ട് ദൈവം നൽകുന്ന കഷ്ടത മാത്രം നാം ചിന്തിക്കുന്നവരാണ്. ആ അവസരത്തിൽ ഒന്ന് പറയട്ടെ, ഈ സമയവും കടന്നു പോകും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രശ്നങ്ങളും കടന്നു പോകും. ഇതിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ പ്രശ്നങ്ങൾ കേട്ട് മറ്റുള്ളവർ പറയുമെന്നല്ലാതെ നമുക്ക് അതിന് ആശ്വാസം ലഭിക്കില്ല. എന്നാൽ നാം കഥകളടിച്ച് ദൈവസന്നിധി മുഴങ്ങാൻ കരയുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായും നമുക്കൊരു ആശ്വാസം ലഭിക്കുകയും ദൈവം നമുക്ക് അതിനൊരു മറുപടി നൽകുകയും ചെയ്യും. ഇരമ്യാവ് 29:11 പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു.
പ്രത്യാശിക്കുന്ന നമുക്ക് ശുഭഭാവം എത്തുവാൻ നാം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നമുക്കൊരു പ്രതിസന്ധി തരുന്നുണ്ടെങ്കിൽ ആ നമ്മുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ട് നാം ഒരല്പ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ ദൈവം നമുക്കൊരു പ്രതിസന്ധി തരും ദൈവത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട്. അപ്പോൾ നാം ചേർന്ന് നിന്ന് നമുക്ക് അനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് അതിനെ അത്ഭുതമായി നമുക്ക് എപ്പോഴും ഒരു സാക്ഷ്യമായി മാറുവാനായിട്ട് സാധിക്കും. അപ്രകാരം നമുക്ക് ഉയർന്ന ലക്ഷ്യമാക്കുവാനായി ദൈവിക ആശ്രയം നമുക്ക് ഉള്ളവരായി കഠിനാധ്വാനം ഉള്ളവരായി പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം നേടി ജീവിതത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വരെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞായറാഴ്ച എൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനും കർത്താവിന്റെ